ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസിൽ എം ശിവശങ്കറിനെ കൂടുതൽ വെട്ടിലാക്കി മുൻ സിഇഒ UV ജോസിന്റെ മൊഴി. കള്ളപ്പണ ഇടപാടിനെക്കുറിച്ചോ ഗൂഢാലോചന സംബന്ധിച്ചോ തനിക്ക് ഒന്നും അറിയില്ലെന്ന് UV ജോസ് ഇഡിക്ക് മൊഴി നൽകി. ശിവശങ്കറാണ് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനെ പരിചയപ്പെടുത്തിയത്. സന്തോഷ് ഈപ്പന് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനും ശിവശങ്കർ ആവശ്യപ്പെട്ടതായി UV ജോസ് വ്യക്തമാക്കി. സർക്കാരും റെക്കർസന്റുമായുള്ള ധാരണാപത്രത്തിൽ സ്വകാര്യ ഏജൻസിയുമായി കരാറുണ്ടാക്കാനുള്ള വ്യവസ്ഥ വെച്ചതും വിദേശ സഹായം നേരിട്ട് സ്വകാര്യ കമ്പനികളുടെ അക്കൗണ്ടിലെത്തിച്ചതും ശിവശങ്കറിന്റെ തന്ത്രമായിരുന്നുവെന്നാണ് ലൈഫ് മിഷൻ സിഇഒയായിരുന്ന UV ജോസ് ഇഡിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. CIG ഓഡിറ്റ് ഒഴിവാക്കാനും ശിവശങ്കർ തന്നെ വഴി കണ്ടെത്തി. സർക്കാരും റെക്കർസന്റുമായാണ് ധാരണാപത്രമെങ്കിലും കെട്ടിട നിർമ്മാണ കരാർ UAE കോൺസൽ ജനറലും യൂണിടാക് ബിൽഡേഴ്സും സെയിൻ വെഞ്ചേഴ്സും തമ്മിലുണ്ടാക്കിയത് ശിവശങ്കറാണ്. ഫണ്ട് തരുന്ന സ്ഥാപനത്തെയോ സ്വീകരിക്കുന്ന ലൈഫ് മിഷനെയോ സർക്കാരോ ഇതിൽ കക്ഷിയാക്കിയില്ല. CIG ഓഡിറ്റ് ഒഴിവാക്കാനായിരുന്നു ഈ തന്ത്രം. നയതന്ത്ര പരിരക്ഷയുള്ള കൗൺസിൽ ജനറലുമായി കരാറുണ്ടാക്കിയതും ശിവശങ്കറിന്റെ ബുദ്ധിയാണ്. യൂണിടാങ്കിന്റെ നിർമ്മാണ പ്ലാൻ കരാറില്ലാതെ സ്വീകരിച്ചതും കരാറുകാരനെ ലൈഫ് മിഷനുമായി ബന്ധപ്പെടുത്തിയതും ശിവശങ്കർ ആണെന്നും UV ജോസ് ഇഡിക്ക് മുന്നിൽ ആവർത്തിച്ചു. ഒപ്പിടുന്ന ദിവസം ഉച്ചയ്ക്കാണ് ധാരണാപത്രം തന്നെ കാണിച്ചതെന്നടക്കമുള്ള പഴയ മൊഴികളും UV ജോസ് ആവർത്തിച്ചു. നിയമ തദ്ദേശ വകുപ്പുകൾ സൂക്ഷ്മ പരിശോധന നടത്തിയ ധാരണാപത്രത്തിൽ തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന TK ജോസിന്റെ നിർദ്ദേശപ്രകാരമാണ് 2019 ജൂലൈ 11 താൻ ഒപ്പിട്ടതെന്നും UV ജോസ് പറയുന്നു. ഇതോടെ ജോസിനും ശിവശങ്കറിനും പുറമെ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസ്, അന്നത്തെ തദ്ദേശ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന TK ജോസ് എന്നിവരിലേക്കും അന്വേഷണം നീണ്ടേക്കാം. ED ശിവശങ്കറിനെതിരെ തെളിവായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വസ്തുതകൾ ശരിവെക്കുന്നതാണ് UV ജോസിന്റെ മൊഴിയും. UV ജോസിനെയും ശിവശങ്കറിനെയും ഒന്നിച്ചിരുത്തിയാണ് ED മൊഴിയെടുത്തത്. അന്വേഷണത്തിനോട് ശിവശങ്കർ സഹകരിക്കുന്നില്ലെന്ന പരാതി EDക്കുണ്ട്. ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും ശിവശങ്കർ നിഷേധിക്കുകയാണെന്ന് ED വ്യക്തമാക്കുന്നു. വേണുഗോപാലിന്റെയും UV ജോസിന്റെയും മൊഴിയിലൂടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ശിവശങ്കർ. ശിവശങ്കർ മൗനം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്ത് സർക്കാരിലേക്ക് എത്തുകയെന്ന ലക്ഷ്യമാണ് ഇഡിക്കുമുള്ളത്. അജി കുഞ്ഞുമോൻ, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.